വൈൽഡ്, ഡൊമസ്റ്റിക് ആൻഡ് പെറ്റ് ആനിമൽസ്. വന്യമൃഗങ്ങൾ, വളർത്തുമൃഗങ്ങൾ, ഓമനമൃഗങ്ങൾ. Animals are classified into three: wild, domestic and pet animals. മനുഷ്യന്മാരുടെ കൈകാര്യം അനുസരിച്ച് മൃഗങ്ങളെ മൂന്നായി തിരിക്കാം: വന്യമൃഗങ്ങൾ, വളർത്തുമൃഗങ്ങൾ, ഓമനമൃഗങ്ങൾ. Domestic animals. Animals that we keep in our homes or farms are called domestic animals. Some domestic animals help us in our work and some provide us with food. Some other animals protect our house. Domestic animals are very useful to us. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ. വീടുകളിലും കൃഷിയിടങ്ങളിലുമെല്ലാം നാം വളർത്തുന്ന മൃഗങ്ങളെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ചില മൃഗങ്ങൾ നമ്മളെ സഹായിക്കും, ചിലത് ഭക്ഷണം നൽകുന്നു. ചില മൃഗങ്ങൾ നമ്മുടെ വീടിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. മൃഗങ്ങളെ വീട്ടിൽ വളർത്തുന്നത് നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. Domestic animals for milk and milk products. Domestic animals like cows, buffaloes, goats gives us milk. We can make ghee, butter, cheese, ice cream, etc. out of milk. These are some domestic animals that gives us milk. പാലിനും പാലുൽപ്പന്നത്തിനും വേണ്ടി വളർത്തുന്ന മൃഗങ്ങൾ. ആട്, പശു, എരുമ പോലെയുള്ള മൃഗങ്ങൾ നമുക്ക് പാല് നൽകുന്നു. പാലിൽ നിന്നും നാം നെയ്യ്, വെണ്ണ, ചീസ്, ഐസ്ക്രീം തുടങ്ങിയവ ഉണ്ടാക്കുന്നു. Domestic animals for egg and meat. Domestic animals like chicken, duck, goat, pig, etc. gives us meat. We also get eggs from chickens and ducks. ഇറച്ചിക്കും മുട്ടയ്ക്കും വേണ്ടി വളർത്തുന്ന മൃഗങ്ങൾ. കോഴി, താറാവ്, ആട്, പന്നി തുടങ്ങിയ മൃഗങ്ങൾ മാംസം നൽകുന്നു. കൂടാതെ കോഴി, താറാവ് എന്നിവ നമുക്ക് മുട്ട നൽകുന്നു. Domestic animals for clothes. We use wool of sheep to make clothes. We also make clothes from silk of the silkworm. വസ്ത്രത്തിന് വേണ്ടി ചെമ്മരിയാടിൻ്റെ രോമം ഉപയോഗിച്ച് നാം കമ്പിളി വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നു. പട്ടനൂൽ പുഴുവിൻ്റെ പട്ട് ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നു. Domestic animals to carry loads. We use some domestic animals for carrying our load. We use bullocks, donkeys and horses to carry our loads from one place to another. ഭാരം ചുമക്കാൻ. നമ്മുടെ ചുമടുകൾ കയറ്റാൻ ചില മൃഗങ്ങളെ നാം ഉപയോഗിക്കുന്നു. കാള, കഴുത, കുതിര തുടങ്ങിയവയെ നാം ചുമടുകൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നു. Domestic animals for farming. Some domestic animals such as oxen, horses and buffaloes helps us in farming. They plow the fields so that we can plant new seeds and grow new fruits and vegetables. കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി വളർത്തുന്ന മൃഗങ്ങൾ. കാള, കുതിര, പോത്ത് പോലെയുള്ള മൃഗങ്ങൾ കൃഷിക്കായി നാം ഉപയോഗിക്കുന്നു. അവ വയലുകൾ ഉഴുവാൻ സഹായിക്കുന്നു. അതിലൂടെ പുതിയ വിത്തുകൾ നടുകയും ഫലങ്ങളും പച്ചക്കറികളും ഉണ്ടാവുകയും ചെയ്യുന്നു. To guard our house. Animal like dog guard our house. വീട് സംരക്ഷിക്കാൻ. നായ പോലെയുള്ള മൃഗങ്ങൾ കള്ളന്മാരിൽ നിന്നും മറ്റും വീട് സംരക്ഷിക്കുന്നു. Pet animals. Some domestic animals such as dogs, rabbits, cats and birds just become our friends at home. They may even protect us from danger. ഓമനമൃഗങ്ങൾ. നമ്മളുടെയോ കുട്ടികളുടെയോ കൂടെ കളിക്കാനും സൗഹൃദത്തോടെ ഇരിക്കാനും വേണ്ടി വളർത്തുന്ന മൃഗങ്ങളാണിവ. നമുക്ക് സ്നേഹിക്കാനും നമ്മോടൊപ്പം തന്നെയാണ് അവ താമസിക്കുകയും ചെയ്യുന്നത്. ഉദാഹരണം: നായ, പൂച്ച, തത്ത. Wild animals. We cannot keep wild animals in our homes. They live in the jungles. Most wild animals are very dangerous. We must live away from these animals. Wild animals do not depend us on for their food, shelter, water, etc. They hunt other animals or eat plants in the jungle. വന്യമൃഗങ്ങൾ. അവർ കാടുകളിൽ താമസിക്കുന്നു. മിക്ക വന്യമൃഗങ്ങളും വളരെ അപകടകാരികളാണ്. ഈ മൃഗങ്ങളിൽ നിന്നും നാം അകന്ന് ജീവിക്കണം.
വന്യമൃഗങ്ങൾ അവയുടെ പാർപ്പിടം, ഭക്ഷണം, വെള്ളം മുതലായവയ്ക്ക് നമ്മെ ആശ്രയിക്കുന്നില്ല. അവർ മറ്റു മൃഗങ്ങളെ വേട്ടയാടുകയോ കാട്ടിൽ നിന്നും സസ്യങ്ങൾ തിന്നുകയോ ചെയ്യുന്നു. വൈൽഡ് ആനിമൽസ്: elephants, lions, wolves and deer are some examples of wild animals. വന്യമൃഗങ്ങൾ: ആനകൾ, സിംഹങ്ങൾ, ചെന്നായ്ക്കൾ, മാനുകൾ തുടങ്ങിയവ വന്യമൃഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ വന്യമൃഗങ്ങൾ, വളർത്തുമൃഗങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് ഏതാണ്ട് മനസ്സിലായി കാണുമല്ലോ. See you in the next video. Till then, bye bye and take care.